നമ്മുടെ സൈറ്റുകളിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള പ്ലംബിങ്ങിൻ്റെ സമയത്തൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പൈപ്പ്സൊക്കെ പ്ലംബിങ്ങിന് ഡയറക്റ്റ് വാട്ടർ ടാങ്കിനൊക്കെ അടിക്കുമ്പോൾ എക്സ്റ്റേണലി അത് നമ്മൾ ഡയറക്റ്റ് വാൾക്കൊക്കെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാറുണ്ട്. അത്തരത്തിലുള്ള മെത്തേഡ് ശരിക്കും തെറ്റാണ്. നമ്മൾ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള അലൈൻ ചെയ്തിട്ടുള്ള ഇതുപോലെയുള്ള ഓർഗനൈസേഴ്സ് സ്റ്റാൻഡ്സ് കീപ്പ് ചെയ്തിട്ട് മാത്രം നമ്മൾ അത് ഫിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത്തരത്തിൽ വരുമ്പോൾ നമുക്ക് വാട്ടറിൻ്റെ പ്രഷർ, അതുപോലെ അനാവശ്യമായിട്ടുള്ള സാഗിങ്, ബെൻഡിങ്, നമ്മുടെ ജോയിൻറ്റ്സ് വരുന്ന സ്ഥലങ്ങളിൽ അനാവശ്യമായിട്ടുള്ള പ്രഷേഴ്സ് ഉണ്ടായിട്ടുള്ള ലീക്കേജ് വരെയുള്ള ചാൻസസ്, മോയ്സ്ചർ പൈപ്പായിട്ട് കണക്ട് ആവുന്നുള്ള ഇഷ്യൂസ്, അങ്ങനെയുള്ള പ്രോബ്ലംസ് വളരെയധികം നമുക്ക് ഒഴിവായി കിട്ടും. മാത്രമല്ല ചുമരായിട്ട് നമ്മൾ ചേർത്ത് അടിക്കുന്ന സമയങ്ങളിൽ പല വീടുകളിലും നമുക്ക് കാണാൻ പറ്റും ഈ ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് നമുക്കിവിടെ 3 to 4 ഇഞ്ച് ഗ്യാപ്പാണ് വരിക. ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിനകത്ത് ഈർപ്പം കയറി പിടിച്ച് അതിനകത്ത് ചുമരിലേക്ക് വെള്ളം വലിഞ്ഞു കയറുന്ന ഇഷ്യൂസൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ എപ്പോഴും ഒരു പ്രൊഫഷണൽ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ വേണം ലൈനിങ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻ വാട്ടർ ലൈനും കണക്ഷൻസും ഒക്കെ നമ്മൾ തിക്നെസ് കൂടിയിട്ടുള്ള UPVC പൈപ്പ്സ് തന്നെ നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ കാണാൻ പറ്റും ഇവിടെ ഈ കാണുന്ന വൈറ്റ് ലൈനിൽ കാണുന്ന പൈപ്പ്സ് ആണ് നമുക്ക് UPVC പൈപ്പ്സ്. ഇതിന്റെ ഡൈവേർട്ടേഴ്സ് അതുപോലെ വാൾവ്സ് ഒക്കെ നമ്മൾ പല ലൈനിൽ കറക്റ്റ് ഷൂട്ടബിൾ ആയിട്ട് തിരികാവുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ UPVCയുടെ ലൈൻസ് നമ്മൾ ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ അലൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഏത് രീതിയിലുള്ള പ്രഷേഴ്സും താങ്ങാനായിട്ട് പൈപ്പ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മൾ പ്രഷർ പമ്പ് വെക്കുകയോ അതല്ല നമ്മൾ കൂടുതൽ സംവിധാനത്തിൽ ആ പ്രഷേഴ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് ഇത്തരത്തിലുള്ള അൺബ്രേക്കബിൾ ആയിട്ടുള്ള മെറ്റീരിയലിൽ നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഡ്യൂറബിലിറ്റി ലൈഫ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ മാത്രമല്ല കൊറോഷൻ വരുന്നില്ല, പൈപ്പ്സ് ദ്രവിച്ച് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഇഷ്യൂസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവുന്നില്ല. ഇത്തരം മെറ്റീരിയൽസ് ഹൈ റെസിസ്റ്റൻസ് ടു കെമിക്കൽ, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആണ്, UV പ്രൊട്ടക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ലോ വെയിറ്റ് ആണ്, നമുക്ക് ഈസി ടു മെയിൻറ്റെയിൻ ആണ്. സാധാരണ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻ ഫ്യൂച്ചറിൽ വന്നേക്കാവുന്ന ഇത്തരത്തിലുള്ള മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് ഇത്തരത്തിലുള്ള ആഡ് ഓൺ കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു എമൗണ്ടിലെ വ്യത്യാസമാണ്. നമുക്കൊരു 2000 സ്ക്വയർ ഫീറ്റ് ഒക്കെ വീട് ചെയ്യുന്ന സമയത്ത് അപ് ടു ഒരു 40-45,000 ഡിഫറൻസ് ഒക്കെയാണ് മേ ബി അപ്രോക്സിമേറ്റ് വരാനായിട്ട് സാധ്യത. അപ്പോൾ അത്തരത്തിൽ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള പ്രോബ്ലംസ് നമുക്ക് ഒഴിവാനായിട്ട് സാധിക്കും. ഇതുപോലെ മനോഹരമായ ദൃഢമായ വീടുകൾ നിർമ്മിക്കാനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബിൽഡ് യുവർ ഡ്രീം ഹോംസ് വിത്ത് us. ഓക്കെ.